ഹലോ, റൈഫിൾ ക്ലബ്ബ് കണ്ടിട്ട് വരുവാണ്. ഇതിൻ്റെ ഷോർട്സ് ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഇട്ടിട്ടുണ്ട്. നിങ്ങൾ പോയി കാണണം. ഇത് ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് കേട്ടോ. അടിപൊളി പടമായിരുന്നു. എത്ര പേർക്ക് ഇത് ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയത്തില്ല. ബിക്കോസ് എനിക്ക് ഇങ്ങനെയുള്ള ജോണേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഗാങ്സ് ഓഫ് വസേപൂർ 1, 2 ഈ പടങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതേപോലുള്ള ക്ലാസിക് കൾട്ട് പടങ്ങൾ ഭയങ്കര ഇഷ്ടപ്പെടും. ആഷിഖ് കപൂറിൻ്റെ ഡയറക്ഷൻ അടിപൊളിയായിരുന്നു. പ്രൊഡ്യൂസറും ഡയറക്ടറും സിനിമാറ്റോഗ്രാഫറും എല്ലാ ആള് തന്നെയാണ്. ആഷിഖ് കപൂറിൻ്റെ ഒരു ടീം ഉണ്ടല്ലോ, ശ്യാം പുഷ്കരൻ, ദിലീഷ് കരുണാകരൻ, സുഹാസ്, ഇവരൊക്കെ ഇവരുടെ ഓൾഡ് ടീമാണ്. അതേപോലെ തന്നെ ദിലീഷ് പോത്തൻ. എടുത്തു പറയേണ്ടത് എഡിറ്റിംഗ് ആണ്. വി സാജൻ അടിപൊളിയായിട്ടാണ് എഡിറ്റ് ചെയ്തേക്കുന്നത്. ഓരോ ഫ്രെയിംസും വളരെ മനോഹരമായിട്ടാണ് എഡിറ്റ് ചെയ്തേക്കുന്നത്. പടത്തിൻ്റെ അടുത്ത ക്രെഡിറ്റ് പോകേണ്ടത് ആർട്ട് ടീം. പണ്ടത്തെ ക്ലാസിക് 1990യുടെ കാലഘട്ടമൊക്കെ കാണിക്കുക എന്ന് പറയുന്നത് വളരെ ടഫാണ് എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ. അത് നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. ആ വണ്ടികളാണെങ്കിലും ആ വീടാണെങ്കിലും ആ കംപ്ലീറ്റ് ടെറൈൻ കാണിച്ചേക്കുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ഒരു 1990 നടക്കുന്ന സംഭവമാണെന്ന് നമുക്ക് മനസ്സിലാവും. അത്രത്തോളം അടിപൊളിയായിരുന്നു ആർട്ട് ടീം. സ്റ്റൺസ് സുപ്രീം സുന്ദറാണ്. ഇതിനകത്ത് ഫുള്ള് ഗൺ ഷോട്ട്സും ഗണ്ണിൻ്റെ പരിപാടി മാത്രമേ ഉള്ളൂ. ഒരു അമൽ നീരദ് പടം കണ്ടതിൻ്റെ ആ ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് ഈ പടം കണ്ടതിന് ശേഷം. അടിപൊളി കാസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ, എല്ലാ ക്യാരക്ടേഴ്സും. ഇനി ഓരോ ക്യാരക്ടേഴ്സിലോട്ട് വരാം. ഫസ്റ്റ് ദിലീഷ് പോത്തൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു ഈ പടത്തിനകത്ത്. ആക്ച്വലി സ്റ്റോറി ഒന്നുമില്ല, പക്ഷെ ആ സ്റ്റോറി നറേറ്റ് ചെയ്ത രീതിയും പിന്നെ ആ ഒരു വേറെ സബ്ജക്റ്റ് ഉണ്ടല്ലോ, അതാണ് പടത്തിനെ എല്ലാത്തിൽ നിന്നും മാറ്റി നിർത്തുന്നത്. സാധാരണ റിവ്യൂ പറയുന്നല്ലോ ഒരു ലോഡ് ആക്ടേഴ്സ് ഇതിനകത്തുണ്ട്, പക്ഷേ ഇതിനകത്തുള്ള ഓരോ ആക്ടേഴ്സിനും അതിന് തക്കതായിട്ടുള്ള ആക്ടിങ്ങിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതേപോലുള്ള പെർഫോമൻസ് വിജയരാഘവൻ സാറിനും കുറച്ച് പെർഫോമൻസേ ഉള്ളൂ. പിന്നെ ക്ലൈമാക്സിൽ എല്ലാവരും ഒരുമിച്ച് കൂടുന്നുണ്ട്. ബട്ട് ഹീ ഹാവ് നെയിൽഡ് ഇറ്റ്. അതേപോലെ തന്നെ അനുരാഗ് കശ്യപിന് പിന്നെ ഇങ്ങനത്തെ റോളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ഹിന്ദി പറയുന്ന പോലെ ബായ് ഹാത്ത് ക ഗെയിം. അടിപൊളി വില്ലനായിട്ടാണ് അനുരാഗ് കശ്യപ്. അതേപോലെ ഹനുമാൻ കൈൻഡിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു പെർഫോമൻസ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കുറേ മെയിൻ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. ദർശന, വാണി വിശ്വനാഥ്, സുരഭി ലക്ഷ്മി, വിൻസി അലോഷ്യസ്, ഇവരുടെയൊക്കെ പെർഫോമൻസ് നിങ്ങൾ കാണേണ്ടതാണ് കേട്ടോ. ആ പണ്ടത്തെ ആ ഒരു നൊസ്റ്റാൾജിയ 1990 അച്ചായന്മാരുടെ തറവാട്ടിലൊക്കെ നടക്കുന്നത്. പ്ലസ് അവരൊരു റൈഫിൾ ക്ലബ്ബാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കണം. പക്ഷെ ഒരു പ്രതീക്ഷയില്ലാതെ പോയി കണ്ട പടമാണ് കേട്ടോ. ആബ്സല്യൂട്ട്ലി സ്റ്റണ്ണിങ്. ടെക്നിക്കൽ സൈഡ് ആണെങ്കിലും സിനിമാറ്റോഗ്രഫി ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ഒരു പടം അടിപൊളിയാണെങ്കിൽ അതിൻ്റെ സ്റ്റൺസ് ആണെങ്കിലും അതിൻ്റെ ആക്ഷൻ ആണെങ്കിലും അതിൻ്റെ മ്യൂസിക് ആണെങ്കിലും എല്ലാം കൂടെ ഒക്കെ ഒത്തുചേരുമ്പോഴാണ് ഒരു നല്ല സിനിമ ഉണ്ടാകുന്നത്. റെക്സ് വിജയൻ്റെ മ്യൂസിക് BGM അടിപൊളിയായിരുന്നു. പിന്നെ പേരറിയാത്ത കുറേ ആക്ടേഴ്സ് ഉണ്ട്, അവരുടെയൊക്കെ പെർഫോമൻസ് കാണണം. അതാണ് ഒരു ഡയറക്ടർ. ആഷിഖ് കപൂറിൻ്റെ കുറേ സിനിമകളിൽ എനിക്ക് 1-2 സിനിമകളെ ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. ഒന്ന് സോൾട്ട് ആൻഡ് പെപ്പർ, പിന്നെ വൈറസ്. അതിൻ്റെ മേക്കിംഗ് സ്റ്റൈലും അതിൻ്റെ ആ ഒരു സിനിമാറ്റോഗ്രാഫിയും അതിൻ്റെ ആ ഒരു ഫീലും മായനദി എനിക്ക് ഒട്ടും വർക്കൗട്ട് ആവാത്ത പടമാണ്. ഈ പടം കൂടെ പൊട്ടിയിരുന്നെങ്കിൽ ആഷിഖ് കപൂറിൻ്റെ ഇടപാട് തരുന്നതിന്. ബട്ട് ഇറ്റ് വർക്ക്ഡ്. ക്ലൈമാക്സിൽ ഒരു സീനുണ്ട്, ഞാനത് പറയുന്നില്ല, സ്പോയിലർ ആയി പോകുന്നത്. ആ സീൻ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് എൻ്റെ മോനെ ഒരു അഡ്രനലൊക്കെ അടിച്ച് കയറുന്നുള്ള നമുക്ക് തോന്നും. പിന്നെ VFX കുറിച്ച് പറയണം. VFX ഒന്നും അത്ര നമുക്ക് ബോറായിട്ടൊന്നും തോന്നത്തില്ല. ഒരു നാച്ചുറൽ ഫീൽ കൊടുത്തിട്ടുണ്ട്. ഓരോ ടെറൈനും നന്നായിട്ടാണ് കാണിച്ചേക്കുന്നത്. ഇതിനകത്ത് സുരേഷ് കൃഷ്ണ വരുമ്പോഴേ തിയേറ്ററിൽ അലറക്കം കാണണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു ട്രോളൊക്കെ ഇറങ്ങിയതിന് ശേഷം. പക്ഷേ ഇതിനകത്ത് വേറൊരു സുരേഷ് കൃഷ്ണനാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. പക്ഷേ ഇടയ്ക്ക് ഒരു പഴയ സുരേഷ് കൃഷ്ണൻ വരുന്നുണ്ട്. വാണി വിശ്വനാഥിൻ്റെ ഒരു കംബാക്ക് തന്നെയാണ് കേട്ടോ ഈ പടം. ഒരു സ്ട്രോങ് ക്യാരക്ടറാണ് കൊടുത്തേക്കുന്നത്. ആ പണ്ടത്തെ ഒരു വാണി വിശ്വനാഥ് ഉണ്ടല്ലോ, ആ ഒരു ഫീലാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. നാളെ ഇനി മാർക്കുമാണ് വരാൻ പോകുന്നത്. അതൊരു ആക്ഷൻ പാക്ക്, വൺ ഓഫ് ദ മോസ്റ്റ് ബ്ലഡ് ഷെയ്ഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇതും ബ്ലഡ് ഷെയ്ഡാണ്, പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഫാമിലീസിന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബട്ട് വാർണിംഗ് ആണ്, വയലൻസ് നന്നായിട്ടുണ്ട്. പക്ഷേ വയലൻസ് എന്ന് ഉദ്ദേശിക്കുമ്പോഴത്തേക്ക് എല്ലാം ഗൺ ഫൈറ്റാണ്. മലയാളം ഇൻഡസ്ട്രി ഇതുവരെ കാണാത്തൊരു ബ്ലഡ് ഷെയ്ഡാണ് ഇതിനകത്ത് കാണിച്ചേക്കുന്നത്. ഫുൾ വെപ്പൻസിൻ്റെ പരിപാടിയാണ് എല്ലാം. ഏതൊക്കെ ടൈപ്പ് ഗൺ പണ്ടത്തെ കാലത്തുണ്ടോ ആ ഗൺ എല്ലാം അതിനകത്തുണ്ട്. ഡബിൾ ബാരൽ ഗൺ തൊട്ട് റിവോൾവർ തൊട്ട് എല്ലാ സാധനവും ഉണ്ട്. ഒരു മെക്സിക്കൻ സ്റ്റൈലിലൊക്കെ ദിലീഷ് പോത്തൻ വരുന്നുണ്ട് ലാസ്റ്റിൽ. അപ്പോൾ എന്തായാലും അടിപൊളി പടമാണ്, തിയേറ്ററിൽ തന്നെ പോയി കാണുക. അപ്പോൾ ഈ പടത്തിന് ഞാൻ 5-ൽ ഒരു 4 റേറ്റ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത റിവ്യൂ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ. പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.